നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ വന്ന വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. 1 PM ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. കേരളം PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറരുതെന്ന് കേന്ദ്ര സർക്കാർ. കരാറിൽ ഉറച്ചു നിൽക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചു. പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ SSK ഫണ്ട് കേന്ദ്രം തടഞ്ഞുവെന്ന സൂചനയുണ്ട്. ഫണ്ട് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുമായി ചർച്ച നടത്തി. കേരളം വീണ്ടും പ്രപ്പോസൽ നൽകാനാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. PMC പദ്ധതിയിൽ ചേർന്നയുടൻ SSK ഫണ്ട് 320 കോടി രൂപ സംസ്ഥാനത്തിന് ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ബുധനാഴ്ച പണം അനുവദിക്കുമെന്ന അറിയിപ്പും ലഭിച്ചിരുന്നു. പക്ഷേ പദ്ധതി മരവിപ്പിക്കാൻ തീരുമാനിച്ചതോടെ ഫണ്ട് അനുവദിക്കുന്നതിൽ നിന്ന് കേന്ദ്രം പിന്നോട്ട് പോയി. ഇതേ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ധീരജ് സാഹു IASുമായി മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തി. കേരളം വീണ്ടും പ്രപ്പോസൽ സമർപ്പിക്കാനായിരുന്നു കേന്ദ്ര സെക്രട്ടറിയുടെ പുതിയ നിർദ്ദേശം. പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനം ചീഫ് സെക്രട്ടറി കേന്ദ്രത്തെ അറിയിക്കും. കേന്ദ്രത്തെ അറിയിക്കാനുള്ള കരട് റിപ്പോർട്ട് തയ്യാറായി. അതിനിടെ കേരളം കരാറിൽ ഉറച്ചു നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. I don't have that information. I came to know Kerala government in principle agreed to join PM3. We all are happy to know that Kerala government is joining PM3 school movement. I don't know about any dilemma of Kerala government. PMC കരാർ മരവിപ്പിക്കുന്നു എന്ന പ്രഖ്യാപനം കാപട്യമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. എഗ്രിമെന്റ് ഒപ്പുവെച്ചാൽ അത് കത്ത് കൊടുത്താൽ മതി. സാധാരണക്കാരന് മനസ്സിലാകുന്നതല്ലേ എഗ്രിമെന്റ് വെക്കുന്നത്. വെറുതെ കത്ത് കൊടുക്കുക അല്ലെ, ചെന്നിട്ട് ഇനി എനിക്ക് പറ്റിയല്ല എന്ന് പറയുന്ന പോലെയല്ലേ. കത്തിന് കടലാസിന്റെ വിലയല്ലേ ഉള്ളൂ. കേരളത്തിൽ പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ABVP കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. 24 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയെ ചൊല്ലിയുള്ള പിണക്കവും പരിഭവവും പറഞ്ഞു തീർത്ത് CPI-CPIM മന്ത്രിമാർ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ മന്ത്രി GR അനിൽ വീട്ടിലെത്തിക്കണ്ടു. GR അനിലിന്റെ പ്രസ്താവനയിൽ വി ശിവൻകുട്ടി അതൃപ്തി തുറന്നു പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. ചട്ടിയും കലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കുമെന്നായിരുന്നു പരാമർശങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങളിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. അതെല്ലാം അവസാനിച്ചു. എല്ലാം ഇപ്പോൾ സന്തോഷത്തോടു കൂടിയാണ്, ഐക്യത്തോടു കൂടിയാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ പരിശ്രമിക്കേണ്ട, അത് നടക്കില്ല. ഒരു പ്രശ്നമില്ല. നമ്മളൊരു വീടാകുമ്പോൾ ചട്ടിയും കലവും നാട്ടുപ്രദേശവരല്ലേ, തട്ടിയും മുട്ടിയും കിടക്കുന്നില്ലേ, ആരോഗ്യത്തിൽ കണ്ടാൽ മതി. PM ശ്രീ വിവാദം സംസ്ഥാന നേതൃത്വം കൈകാര്യം ചെയ്ത രീതിയിൽ CPIM കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തി. CPI മുന്നണി വിടാൻ സാധ്യതയുണ്ടായിരുന്ന വിഷയത്തിൽ സമവായമുണ്ടാക്കാൻ ശ്രമിക്കാതെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മണ്ഡലത്തിലെ പരിപാടിക്ക് പോയതിൽ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. 24 പുറത്തുവിട്ട വാർത്തയോട് പ്രതികരിച്ച CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഓരോ നേതാവിന്റെയും സംഭാവന നോക്കേണ്ട കാര്യമില്ല എന്നാണ് മറുപടി നൽകിയത്. 24 ബിഗ് ബ്രേക്ക്. സംസ്ഥാനത്തെ ഇടതുമുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിച്ചേക്കാവുന്ന നിർണായകമായ രാഷ്ട്രീയ പ്രശ്നമായാണ് CPIM കേന്ദ്ര നേതൃത്വം PM ശ്രീ വിവാദത്തെ കണ്ടത്. വിവാദം പരിശോധിച്ച അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ യോഗം 1969 മാതൃകയിൽ CPI ഇടതുമുന്നണി വിട്ടുപോകാനുള്ള സാഹചര്യമുണ്ടെന്ന് വിലയിരുത്തി. എന്നാൽ ഇതേ ഗൗരവത്തിൽ സംസ്ഥാന നേതൃത്വം വിവാദത്തെ സമീപിച്ചില്ല എന്നതാണ് CPM കേന്ദ്ര നേതൃത്വത്തിന്റെ വിമർശനം. വിഷയത്തെ സംസ്ഥാന നേതൃത്വം വളരെ ലാഘവത്തോടെയാണ് കണ്ടത്. വിവാദം കത്തിപ്പടരുമ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തളിപ്പറമ്പിലെ പ്രാദേശിക പരിപാടികൾക്ക് പോയത് ഇതിന് തെളിവായും അവർ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചതനുസരിച്ചാണ് MV ഗോവിന്ദൻ തലസ്ഥാനത്തേക്ക് മടങ്ങി വന്നത്. ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഇടപെടലാണ് പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടും തിരുത്തിയത്. PMC വിഷയത്തെ സംസ്ഥാന നേതൃത്വം കൈകാര്യം ചെയ്ത രീതിയിൽ അതൃപ്തിയുണ്ടെന്ന 24 വാർത്ത MA ബേബി നിഷേധിച്ചില്ല. ഓരോരുത്തരുടെയും ഈ പങ്കാളിത്തത്തിലുള്ള ജാഗ്രതയുടെയും ശ്രദ്ധയുടെയും അളവ് സെൻറ്റിമീറ്റർ കണക്കിന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഷേക്സ്പിയറിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വാചകമുണ്ട്, നന്നായി പര്യവസാനിച്ചത് എല്ലാവർക്കും നല്ലത്. PMC പദ്ധതി സംബന്ധിച്ച ഭിന്നത അവസാനിപ്പിക്കാൻ ഇടപെട്ടതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും CPIM കേന്ദ്ര നേതൃത്വത്തെ അഭിനന്ദിച്ചിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വത്തെ തിരുത്തിക്കൊണ്ടുള്ള ഇടപെടലിലൂടെ ദേശീയ നേതൃത്വം എല്ലാ കാലത്തും കാഴ്ചക്കാരായിരിക്കുന്ന സന്ദേശമാണ് നൽകുന്നത്. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. പിന്നെ ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അതിദരിദ്രമുക്ത സംസ്ഥാനമായി കേരളത്തെ നാളെ പ്രഖ്യാപിക്കാനിരിക്കെ ഭരണ പ്രതിപക്ഷ വാക്പോര്. പ്രഖ്യാപനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും സർക്കാരിൻ്റേത് കള്ളക്കണക്കാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാരിന് സാമൂഹ്യ പ്രവർത്തകർ കത്തു നൽകി. അതിനിടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മന്ത്രിമാരായ MB രാജേഷും KN ബാലഗോപാലും രംഗത്തെത്തി. അതീവ ദരിദ്രരില്ലാത്തൊരു സംസ്ഥാനം
ആയി കേരളം മാറുക എന്നത് അഭിമാനകരമായ കാര്യമാണ്. പക്ഷേ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയാണ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ചെപ്പടി വിദ്യയാണ് സർക്കാർ ഇതിലൂടെ കാണിക്കുന്നത്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കും മുമ്പേ വിവാദം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം AK ആന്റണിയുടെ പദ്ധതി എന്ന പ്രതിപക്ഷവാദം തെറ്റെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നേരത്തെ ശ്രീ AK ആന്റണിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയ കാര്യമായിരുന്നു ഇത് എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമായൊരു കാര്യമാണ്. എന്തായാലും അതുവഴി പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എന്ന് നമുക്കറിയാമല്ലോ. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനത്തിനെതിരെ തുറന്ന കത്തെഴുതിയ സാമൂഹ്യ പ്രവർത്തകരെ തള്ളി മന്ത്രി MB രാജേഷ്. അപ്പോൾ കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന കാര്യത്തിൽ എന്തായാലും തർക്കത്തിന് അവർ മുതിരുന്നില്ല. ക്രെഡിറ്റിൻ്റെ കാര്യത്തിലാണ്. അതിലൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ചെയ്ത് കാണിക്കാനും തെളിയിക്കാനും ക്രെഡിറ്റ് എടുക്കാനും ഇനി 27 സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ആ സംസ്ഥാനങ്ങളിൽ കൂടി ചെയ്ത് ക്രെഡിറ്റ് സ്വന്തമാക്കാൻ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇതാണോ നിങ്ങളുടെ ജനാധിപത്യ സംവിധാനം? ഒരു മാനിഫെസ്റ്റോയിൽ വാഗ്ദാനം കൊടുത്ത് 4.5 കൊല്ലം ഒന്നും ചെയ്യാണ്ട് ഇലക്ഷൻ്റെ 4 മാസം മുമ്പ് പ്രഖ്യാപിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണോ ഇത്? ജനങ്ങളെ വഞ്ചിക്കല്ലേ? കേരളപ്പിറവി ദിനമായ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കും. വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനും മുഖ്യാതിഥികളാവും. 24 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ രാപകൽ സമരം തീരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സമരപ്രതിജ്ഞാ റാലിയോടെ സമരം അവസാനിപ്പിക്കും. ജില്ലാ തലത്തിലും താഴെത്തട്ടിലും സമരം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഓണറേറിയം കൂട്ടിയത് സമരത്തെ തുടർന്നല്ല എന്നാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രതികരണം. ഫെബ്രുവരി 10-നാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കലാനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം തുടങ്ങിയത്. ഒടുവിൽ 265 ദിവസങ്ങൾ പിന്നിടുമ്പോൾ രാപകൽ സമരം അവസാനിപ്പിക്കുന്നതായി ഔദ്യോഗിക പ്രഖ്യാപനം. ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കും വരെ ജില്ലാതലത്തിൽ സമരം തുടരും. ഇത്രയും നേട്ടങ്ങൾ ഈ സമരത്തിലൂടെ 265 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതിന്റെ പശ്ചാത്തലത്തിൽ 265 ദിവസമായി ഇവിടെ തുടർന്നു വരുന്ന ഈ സമരരൂപം ഞങ്ങൾ നാളെ അവസാനിപ്പിക്കുകയാണ്. ആശമാരുടെ ഓണറേറിയം 1000 രൂപ കൂട്ടിയത് വിജയമെന്നാണ് സമരസമിതിയുടെ വിലയിരുത്തൽ. സർക്കാർ പ്രഖ്യാപനത്തെ ആശമാർ അംഗീകരിച്ചതിൽ സന്തോഷമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഓണറേറിയം കൂട്ടിയത് സമരം കൊണ്ടല്ലെന്നും മന്ത്രി. എന്തായാലും അവർ സർക്കാരിനെ അഭിനന്ദിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നല്ല കാര്യമാണ്. നമ്മുടെ ബഡ്ജറ്റ് ചർച്ചയിലെല്ലാം ഞങ്ങൾ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ 10-12 വർഷം മുമ്പ് തീരുമാനിച്ചതാണ്, ഞങ്ങളിത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. അതുകൊണ്ട് അവർ വർദ്ധിപ്പിക്കണം. ഈ കാര്യമാണ് നമ്മൾ അവരോട് പറഞ്ഞത്. ഇപ്പോൾ അവർ പറയുന്നു ഈ സമരം കൊണ്ടാണ് വർദ്ധിപ്പിച്ചത്. അവരങ്ങനെ വിചാരിച്ചോട്ടെ, ആ സമരത്തിനോടൊന്നും നമുക്ക് അനുഭവമില്ലാതില്ല. സമര രീതി മാത്രമാണ് മാറ്റുന്നതെന്നും ആശമാർക്കുള്ള പിന്തുണ തുടരുമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. തീർത്തും അപര്യാപ്തമാണ് ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ. ഇനിയും അവരുടെ സമരം ജനങ്ങളുടെ പിന്തുണയോടെ, പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ ഇനിയും തുടരും. അതിന്റെ രൂപത്തിലും ഭാവത്തിലും ഒരുപക്ഷെ മാറ്റം ഉണ്ടാകും. നാളെയാണ് സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരപ്രതിജ്ഞാ റാലി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ റാലി ഉദ്ഘാടനം ചെയ്യും. 24 തിരുവനന്തപുരം. LDF സർക്കാർ നേരിട്ട ഏറ്റവും ശക്തമായ സമരമായിരുന്നു ആശാ വർക്കേഴ്സിന്റെ സെക്രട്ടേറിയറ്റ് പടിക്കലിലെ സമരം. തുടക്കം മുതൽ ഉയർത്തിയ ആവശ്യങ്ങളിൽ നിന്ന് ഒരിക്കലും ആശമാർ പിന്നോട്ട് പോയില്ല. ആ സമരനാളുകളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. ഈ വർഷം ഫെബ്രുവരി 10-ന് കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് രാപകൽ സമരത്തിന്റെ തുടക്കം. ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടുപോകില്ലെന്ന് സമരക്കാർ പോലും കരുതിയ പ്രതിഷേധം പിന്നീട് ഇടതുപക്ഷ സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കിയ ശക്തമായ സമരമായി അത് മാറി. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയവയായിരുന്നു സമരക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ. പലവട്ടം ചർച്ചകൾ. എന്നാൽ സർക്കാരിന് കടുംപിടുത്തം. സെക്രട്ടേറിയറ്റ് പരിസരം നിശ്ചലമാക്കിയ മഹാസംഗമം, നിയമസഭാ മാർച്ച്, അനിശ്ചിതകാല നിരാഹാരവും മുടിമുറിക്കൽ സമരവും, സംസ്ഥാനത്തുടനീളം രാപകൽ സമരയാത്ര, അങ്ങനെ നിരവധി സമരവഴികൾ.
സമരകാലത്തിൽ നിരവധി ആക്ഷേപങ്ങളും ആശമാർ നേരിടേണ്ടി വന്നു. ഇടത് നേതാക്കളുടെ ആക്ഷേപ പരാമർശങ്ങൾ, ഇരുട്ടിന്റെ മറവിൽ പോലീസ് സമരപ്പന്തൽ അഴിച്ചുമാറ്റിയത്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നൽകിയ സ്വീകരണം, ഇതിലൊന്നും പതറാതെ ഇനിയും മുന്നോട്ട്. റിസർച്ച് ഡെസ്ക് 24. ഇനി 24 ഇന്ന് പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. അർജന്റീനയുടെ കൊച്ചിയിലെ മത്സര നടത്തിപ്പിലെ ത്രികക്ഷി കരാർ കടലാസിൽ മാത്രം. കലൂർ സ്റ്റേഡിയം 65 ദിവസത്തേക്ക് സ്പോൺസർക്ക് തീരെഴുതി കൊടുക്കാനും വരുമാനം മുഴുവൻ ഒറ്റയ്ക്കെടുക്കുന്നതിന് അനുവാദം നൽകുന്ന തരത്തിലുമുള്ള കരാർ കരടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. GCDA സ്റ്റേഡിയം വിട്ടുകൊടുത്തത് മന്ത്രിയുടെ വാക്കിന്റെ പുറത്ത് എന്ന് തെളിയിക്കുന്ന രേഖകളും 24 പുറത്തുവിട്ടു. ഇന്നും ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ തയ്യാറായില്ല. 24 ബിഗ് ബ്രേക്ക്. ലിയോണൽ മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും പേരിൽ കായികമന്ത്രിയും സ്പോൺസറും നടത്തിയത് വഴിവിട്ട നീക്കങ്ങൾ. സ്പോർട്സ് കേരള ഫൗണ്ടേഷനും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും GCDAയും തമ്മിലുള്ള ത്രികക്ഷി കരാറിന്റെ കരട് 24-ന് ലഭിച്ചു. GCDA സ്റ്റേഡിയം കൈമാറുന്നത് SKFനാണ്. എന്നാൽ SKFന് സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ എന്ത് അധികാരമോ അതെല്ലാം സ്പോൺസർക്ക് എന്ന തരത്തിലാണ് കരാർ. നവംബർ 30 വരെ 65 ദിവസത്തേക്കാണ് സ്റ്റേഡിയം സ്പോൺസർക്ക് തീരെഴുതി കൊടുക്കുക. സുരക്ഷാ ചെലവുകളടക്കം സർക്കാർ വഹിക്കുമെങ്കിലും ടിക്കറ്റിലൂടെയും സ്പോൺസർഷിപ്പിലൂടെയും ലഭിക്കുന്ന വരുമാനം മുഴുവൻ സ്പോൺസർക്കെടുക്കാമെന്നും സമ്മതിക്കുന്നു. എന്നാൽ അർജന്റീന ടീം വരില്ലെന്നറിയിച്ചതോടെ ഒപ്പിടും മുമ്പേ കരാർ പൊളിഞ്ഞെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കരാർ പോലും ഇല്ലാതെയാണ് GCDA സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടുകൊടുത്തതെന്ന് തെളിയിക്കുന്ന രേഖകളും 24-ന് ലഭിച്ചു. കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ ഒറ്റവാക്കിലാണ് ചില്ലിക്കാശ് പോലും നേരിട്ട് കിട്ടാത്ത പരിപാടിക്കായി GCDA സ്റ്റേഡിയം വിട്ടുകൊടുത്തത്. ഇത് തെളിയിക്കുന്ന കായിക വകുപ്പിന്റെ തന്നെ രേഖകളും 24-ന് ലഭിച്ചു. അതേസമയം ഇന്നും ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി കായിക മന്ത്രി. പരവുമായി ബന്ധപ്പെട്ട് പുതിയ രേഖകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ കരാറില്ലാതെയാണ് കൊടുത്തതെന്നൊക്കെയാണ് രേഖ. കരാർ പോലുമില്ലാതെ സ്വകാര്യ വ്യക്തിക്ക് സർക്കാർ മുതൽ വിട്ടുകൊടുത്തതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനിരിക്കുകയാണ് പ്രതിപക്ഷം. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക് 24. നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധി മാറുന്നില്ല. സപ്ലൈകോ MDയുമായി മില്ലുടമകൾ നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു. വിഷയത്തിൽ നെല്ലുടമകളെ കൃഷിമന്ത്രി പി പ്രസാദ് കുറ്റപ്പെടുത്തി. ഇന്നലെ സപ്ലൈകോ ആസ്ഥാനത്തായിരുന്നു ചർച്ച. ആവശ്യങ്ങളിൽ നിന്ന് പിന്മാറില്ലെന്നാണ് മില്ലുടമകളുടെ നിലപാട്. പ്രശ്നം ഇന്ന് പരിഹരിക്കുമെന്നാണ് കരുതിയതെന്ന് മന്ത്രി പി പ്രസാദ്. മില്ലുടമകൾക്ക് മന്ത്രിയുടെ വിമർശനം. മില്ലുകളുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇപ്രാവശ്യം അവർ കുറച്ചുകൂടി കടുപ്പിക്കുകയാണ് ചെയ്തതല്ല. നിഷേധാത്മകമായ സമീപനം ചില മില്ലുകൾ സ്വീകരിക്കുന്നുണ്ട്. അവർക്ക് സംഘടനയും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ ഇക്കാര്യത്തിൽ വീണ്ടും ഇടപെട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നം ഇന്നത്തോട് പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. വിഷയത്തിൽ നെല്ലിന്റെ കൈകാര്യ ചെലവിന് സർക്കാർ നൽകാമെന്ന് പറഞ്ഞ പണവും 100 കിലോ നെല്ല് സംഭരിക്കുമ്പോൾ സർക്കാർ നൽകേണ്ട അരിയുടെ അളവ് സംബന്ധിച്ച തീരുമാനവും ഉടനുണ്ടായില്ലെങ്കിൽ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് മില്ലുടമകളുടെ നിലപാട്. നെല്ല് സംഭരണം പ്രതിസന്ധിയിലായതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് ആയിരക്കണക്കിന് കർഷകർ. പലരും കിട്ടിയ വിലയ്ക്ക് പൊതുവിപണിയിൽ വിൽക്കുകയാണ്. സൂക്ഷിച്ച നെല്ല് കനത്ത മഴയിൽ ഈർപ്പം കയറി നശിക്കുന്നതും കർഷകരെ വലയ്ക്കുന്നുണ്ട്. 24 കൊച്ചി. സർക്കാരിന്റെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ നാളെ മുതൽ നടപ്പിലാകും. കൂട്ടിയ ക്ഷേമ പെൻഷൻ അടുത്ത മാസം മുതൽ വിതരണം ചെയ്യും. അവസാന ഗഡു കുടിശ്ശിക ഉൾപ്പെടെ 3600 രൂപ വീതം നൽകുമെന്ന് ധനവകുപ്പ് അറിയിച്ചു. സർക്കാർ ജീവനക്കാർക്ക് പ്രഖ്യാപിച്ച 4% ക്ഷാമബത്ത വർധന നാളെ മുതൽ ലഭിച്ചു തുടങ്ങും. 2000 രൂപയായി ക്ഷേമ പെൻഷൻ. നല്ല വർധനയാണ്. ആ ക്ഷേമ പെൻഷൻ ഈ മാസം കൊടുത്തു തുടങ്ങും എന്ന് മാത്രമല്ല, ഒരു കുടിശ്ശിക കൊടുക്കാനുണ്ട് 1600 രൂപ. അത് രണ്ടും കൂടെ ചേർത്ത് 3600 രൂപ ഈ 62 ലക്ഷം കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് ഈ മാസം കൊടുക്കും. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ചേർന്ന് ഈ അഭിമാനകരമായ സന്ദർഭത്തിൽ ആ പോസിറ്റീവായ കാര്യം അംഗീകരിക്കാനും കൂടി പ്രതിപക്ഷ നേതാവ് തയ്യാറാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വീണ്ടും ഒരുമിച്ച് ചെയ്യാനുള്ളത് ചെയ്യാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 2ാം പ്രതി മുരാരി ബാബുവിനെ ഇന്ന് റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് നിന്ന് റാന്നിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തും. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് കോടതിയിൽ ഹാജരാക്കുക. കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ നവംബർ 3-ന് പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്ത ബാക്കിയുള്ള സ്വർണവും ഇന്ന് കോടതിയിൽ അന്വേഷണ സംഘം ഹാജരാക്കും. 1 കോടി സർക്കാർ ജോലി ഉൾപ്പെടെ വാഗ്ദാനങ്ങളുമായി ബീഹാറിൽ NDAയുടെ പ്രകടന പത്രിക. സ്ത്രീകൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും
പ്രത്യേകം സാമ്പത്തിക സഹായം പത്രികയിലുണ്ട്. NDA സഖ്യകക്ഷി നേതാക്കൾ ചേർന്നാണ് പട്നയിൽ പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഓരോ കുടുംബത്തിലും ഒരു സർക്കാർ ജോലി എന്ന മഹാസഖ്യത്തിന്റെ വാഗ്ദാനത്തിന് NDAയുടെ മറുപടി. 1 കോടി സർക്കാർ ജോലികളാണ് NDAയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. വർഷം 1 ലക്ഷം രൂപയെങ്കിലും സമ്പാദിക്കാൻ 1 കോടി സ്ത്രീകളെ പ്രാപ്തരാക്കുന്ന ലാഖ്പതി ദീദി പദ്ധതിയാണ് അടുത്ത വാഗ്ദാനം. സ്വയം തൊഴിൽ കണ്ടെത്താൻ 2 ലക്ഷം രൂപ വരെ സ്ത്രീകൾക്ക് സഹായം നൽകും. പിന്നോക്ക വിഭാഗങ്ങളിലുള്ളവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ 10 ലക്ഷം രൂപ വീതം നൽകും. പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയെ നിയോഗിക്കും. 25 വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉള്ളത്. പട്നയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ പത്രിക പുറത്തിറക്കിയതിന് പിന്നാലെ വാർത്താ സമ്മേളനത്തിന് കാത്തു നിൽക്കാതെ നേതാക്കൾ മടങ്ങി. പ്രധാനമന്ത്രിയെ അപമാനിച്ചുവെന്നാരോപിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. പ്രചാരണത്തിൽ നിന്ന് വിലക്കണമെന്നതാണ് ആവശ്യം. അതേസമയം മൊഖാമ മണ്ഡലത്തിൽ ജൻ സുരാജ് പാർട്ടി നേതാവ് ദുലാർ ചന്ദ് യാദവ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ JDU സ്ഥാനാർത്ഥി ആനന്ദ് സിംഗിനെതിരെ പോലീസ് കേസെടുത്തു. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ബീഹാറിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. കരൂർ ദുരന്തത്തിൽ CBI മൊഴിയെടുപ്പ് തുടരുന്നു. കച്ചവടക്കാരനും ഫോട്ടോഗ്രാഫറും ഉൾപ്പെടെ 4 പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. TVK നേതാക്കൾക്ക് സമൻസ് അയച്ചെങ്കിലും ആരും ഹാജരായിട്ടില്ല. കുറച്ചു ദിവസം മുമ്പ് ഔദ്യോഗികമായി ആരംഭിച്ച CBI അന്വേഷണത്തിൽ ഇന്നലെ മുതലാണ് മൊഴിയെടുപ്പ് തുടങ്ങിയത്. കരൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മണിവണ്ണനെ ഇന്നലെ 1 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു. വേലുച്ചാമപുരത്തെ കടയുടമയും ഒരു ഫോട്ടോഗ്രാഫറും ഇന്ന് CBI മൊഴിയെടുക്കുന്നവരുടെ പട്ടികയിലുണ്ട്. SIT സംഘവും കരൂർ പോലീസും കണ്ടെത്തിയ കാര്യങ്ങളിൽ CBI വിശദമായി അന്വേഷണം നടത്തുകയാണ്. TVK നേതാക്കളായ N ആനന്ദിനും CT നിർമ്മൽകുമാറിനും CBI സമൻസ് അയച്ചെങ്കിലും ഇരുവരും ഹാജരായിട്ടില്ല. ഓരോ മാസവും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം. 24 ചെന്നൈ. ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കൊപ്പം വേദി പങ്കിട്ട് മന്ത്രി K കൃഷ്ണൻകുട്ടിയും CPIM MLA K ശാന്തകുമാരിയും. പാലക്കാട് ജില്ലാ പട്ടയമേളയിലാണ് MLAക്കൊപ്പം വേദി പങ്കിട്ടത്. ആരോപണങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് ഒരു മന്ത്രിയും CPIM MLAയും രാഹുലിനൊപ്പം വേദി പങ്കിടുന്നത്. പട്ടയമേള മന്ത്രി K രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. രാഹുലിനെതിരെ DYFI ഉൾപ്പെടെ പ്രതിഷേധം തുടരുകയാണ്. ഇന്നത്തെ മറ്റ് ചില കേരള വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. ഓപ്പറേഷൻ CY ഹണ്ടിൽ കൊച്ചിയിൽ പിടിയിലായത് വിദ്യാർത്ഥികളടങ്ങുന്ന വൻ തട്ടിപ്പ് സംഘം. പണം പിൻവലിക്കുന്നതിനിടെ പിടിയിലായത് ഏലൂർ സ്വദേശി അഭിഷേക് ബിജു, വെങ്ങോല സ്വദേശി ഹാഫിസ്, എടത്തല സ്വദേശി അൽത്താഫ് എന്നിവർ. തട്ടിപ്പ് പണം എത്തുന്നത് കൂടുതലും വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്കെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. സർക്കാർ വാഹനങ്ങൾക്ക് ഇനി ഏകീകൃത നമ്പർ പ്ലേറ്റ് സീരീസ് KL 90 സീരീസിൽ സർക്കാർ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യും. കേന്ദ്ര സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്കും പുതിയ സീരീസ്. സംഘർഷത്തെ തുടർന്ന് അടച്ച കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ യൂണിറ്റ് തുറക്കുന്നത് വൈകും. സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്നും വിശദമായ പരിശോധന ആവശ്യമാണെന്നും ഉടമകൾ. പ്ലാന്റ് തുറക്കാൻ അനുവദിക്കില്ലെന്നും പ്രതിഷേധം ശക്തമാക്കുമെന്നും സമരസമിതി. ഇന്ത്യൻ ഹോക്കി ടൈഗർ വിടവാങ്ങി. മാനുവൽ ഫ്രെഡറിക് അന്തരിച്ചു. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ മലയാളിയാണ്. 1972 ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിലെ അംഗമാണ് മാനുവൽ ഫ്രെഡറിക്. പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ കൈമാറുന്നതിന് വിലക്ക്. അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകരുതെന്ന് സർക്കുലർ ഇറക്കി DGP. കുറ്റവാളികളുടെ മൊഴിയുടെ വിവരങ്ങൾ കൈമാറരുതെന്നും ഉത്തരവിൽ. ഉംറ വീസയുടെ കാലാവധി സൗദി അറേബ്യ 1 മാസമായി കുറച്ചു. വീസ ഇഷ്യൂ ചെയ്ത് 1 മാസത്തിനുള്ളിൽ തീർത്ഥാടകർ സൗദിയിൽ പ്രവേശിക്കണം. കോട്ടയം വൈക്കത്തിന് സമീപം കാർ തോട്ടിലേക്ക് മറിഞ്ഞ യുവ ഡോക്ടർ മരിച്ചു. ഒറ്റപ്പാലം സ്വദേശി ഡോക്ടർ അമൽ സൂരജാണ് മരിച്ചത്. കൊട്ടാരക്കരയിൽ നിന്ന് എറണാകുളത്തേക്ക് സുഹൃത്തിനെ കാണാനുള്ള യാത്രക്കിടെയായിരുന്നു അപകടം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭ്ഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാഷ്ട്രീയ ഏക്താ ദിവസമായി ആഘോഷിച്ച രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെയുള്ളവർ സർദാർ പട്ടേലിന് ആദരമർപ്പിച്ചു. ഗുജറാത്തിലെ ഏക്താ നഗറിലെ ആഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. രാഷ്ട്രീയ ഏകതാ ദിനത്തിൽ ഡൽഹി പട്ടേൽ ചൌക്കിലെ പട്ടേൽ സ്മാരകത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ ആദരമർപ്പിച്ചു. ഗുജറാത്തിലെ നർമ്മദാ നദിക്കരയിലുള്ള ഏകതാ പ്രതിമയിൽ സർദാർ വല്ലഭായ് പട്ടേലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി
പുഷ്പാർച്ചന നടത്തി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതത്തെ വിവരിക്കുന്ന വീഡിയോയും പ്രധാനമന്ത്രി പങ്കിട്ടു. ഏക്താ നഗറിൽ നടന്ന രാഷ്ട്രീയ ഏക്താ ദിവസ് പരേഡിലും പ്രധാനമന്ത്രി സാക്ഷ്യം വഹിച്ചു. ഐക്യപ്രതിജ്ഞയും പ്രധാനമന്ത്രി മോദി ചൊല്ലിക്കൊടുത്തു. राष्ट्र की एकता, अखंडता और सुरक्षा को बनाए रखने के लिए स्वयं को समर्पित करूंगा. കഴിഞ്ഞ ദിവസം കെവാഡിയയിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ കുടുംബത്തെ കണ്ട പ്രധാനമന്ത്രി സർദാർ പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 150 രൂപയുടെ പ്രത്യേക നാണയവും പുറത്തിറക്കി. രാഷ്ട്രീയ ഏകതാ ദിവസത്തോടനുബന്ധിച്ച് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ റൺ ഫോർ യൂണിറ്റി അടക്കമുള്ള പ്രത്യേക പരിപാടികൾ നടന്നു. 24 ഡൽഹി. ടി ജെ ചന്ദ്രചൂഡൻ പുരസ്കാരം പ്രതിപക്ഷ നേതാവിൽ നിന്ന് സ്വീകരിച്ച് മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ. ജി സുധാകരനും VD സതീശനും പുരസ്കാരവേദിയിൽ പരസ്പരം പുകഴ്ത്തി. നീതിമാനായ മന്ത്രിയായിരുന്നു ജി സുധാകരൻ എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മികച്ച പ്രതിപക്ഷ നേതാവാണ് VD സതീശനെന്ന് ജി സുധാകരനും പറഞ്ഞു. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുള്ള ആളാണ്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫ്രെയിമിൻ്റെ അകത്തു നിന്ന് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന, അതിൻ്റെ അപ്പുറത്തേക്കും അതിൻ്റെ മറുവശത്തേക്കും ആലോചിക്കാൻ പോലും പറ്റാത്ത, ഒരിക്കലും തൻ്റെ ആശയങ്ങളെ ഡൈല്യൂട്ട് ചെയ്യാത്ത ഒരാളാണ് അദ്ദേഹം. പക്ഷേ എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നീതിമാനായ ഒരു ഭരണാധികാരിയുണ്ട്. അദ്ദേഹം ഭരണകക്ഷിക്ക് മാത്രമല്ല കൊടുക്കുന്നത്. 1000 കോടി രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് അലോട്ട്മെന്റ് വന്നാൽ ഞാൻ കണ്ടിട്ടില്ല, വേറെ ആരെയും ഞങ്ങളുടെ കൂട്ടത്തിലും കണ്ടിട്ടില്ല. കിട്ടിയാൽ അത് 140 MLA-മാർക്ക് ഈക്വലായി കൊടുക്കും. അങ്ങനെ ഒരാളെ ചെയ്തിട്ടുള്ളൂ കേരളത്തിൽ, അത് അദ്ദേഹമാണ്. ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം 2020-ൽ ഇന്ത്യക്ക് ബാറ്റിംഗ്. ടോസ് നേടി ഓസ്ട്രേലിയ ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യൻ 11-ൽ മാറ്റമില്ല. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ തുടരും. ജയത്തോടെ പരമ്പരയിൽ മുന്നിലെത്തുകയാണ് ഇരു ടീമുകളുടെയും ലക്ഷ്യം. ഇതോടെ 1 PM ന്യൂസ് അവസാനിക്കുന്നു.